അതിലില്ല, നമ്മക്ക് 3 പേർക്ക് കൊണ്ടുവരാം. അതിലില്ല. നമ്മളിപ്പോ ഉള്ളത് എവിടെയാണ്? പൊന്മുടിയിലാണ്. നമ്മൾ കുറച്ച് ഹിഡൻ പ്ലേസുകൾ കാണിച്ചു തരാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. ചെറിയ വീഡിയോ ആണ്, നമ്മൾ ഓൾറെഡി പൊന്മുടി വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അത് കയറി കാണണം കേട്ടോ. പിന്നെ ഇപ്പോൾ പൊന്മുടിയിൽ നല്ല ക്ലൈമറ്റാണ്, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നതാണ്. മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാത്ത കുറച്ച് സ്പോട്ടുകളിലൂടെ കാണിച്ചു തരാനായിട്ട് വന്നു. നമ്മൾ പുറകിൽ കാണുന്ന പാറ കേട്ടോ, ആ പാറയുടെ ഇടയിൽ കൂടി ഒരു മരം പോകണം കേട്ടോ. ഇതൊക്കെ ഒട്ടുമിക്ക പേർക്കും അറിയാമെങ്കിലും അറിഞ്ഞുകൂടാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്പോട്ടൊക്കെ വന്ന് കണ്ട് വേണം പോകാനായിട്ട് പൊന്മുടിയിൽ വരണവർ. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് വെള്ളച്ചാട്ടങ്ങളും ഒരു ബംഗ്ലാവും പിന്നെ കുറച്ച് തേയില തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ഓക്കെ ഓക്കെ. വഴി പറഞ്ഞുതരാം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ പ്ലേസ് നമ്മുടെ ഈ ഒരു പാറ അതിൻ്റെ ഇടയിൽ കൂടി വരുന്ന ഒരു മരം ഒട്ടുമിക്ക പേർക്കും അറിയാമെന്നുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ താഴോട്ടേക്ക് റോഡ് പോകണുണ്ട് കേട്ടോ. ഇത് കണ്ട, ഇവിടെ ഫുള്ള് തേയില തോട്ടമാണ്. കണ്ട ഈ കാണുന്ന റോഡ് കണ്ട, അപ്പോൾ ആ കാണുന്ന റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും ആ എൻഡിലാണ് ഈ പറഞ്ഞ പൊന്മുടി ബംഗ്ലാവൊക്കെ വരുന്നത്. വേണ്ട ഓയ് കണ്ട, എല്ലാവരും കോട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ് ആണ്. അപ്പോൾ വരണവർ ഉറപ്പായിട്ടും വരണം. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ വന്ന് പോകുന്നുണ്ട് കേട്ടോ. വടക്കുന്നൊക്കെ ഉള്ള ഒരുപാട് പേര് വരണുണ്ട്. ട്രിവാൻഡ്രം മാത്രമല്ല, ആരും മിസ് ചെയ്യില്ല. അപ്പം ഈ ക്ലൈമറ്റ് തന്നെ ഒട്ടും മിസ് ചെയ്യില്ല കേട്ടോ. അപ്പം ബാക്കിയുള്ളവർക്കും വരാം, ഏത് ജില്ലയിലുള്ളവർക്കും വരാം. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും വന്നിരിക്കേണ്ട പ്ലേസ് ആണ്. അതേപോലെ തന്നെ ക്ലൈമറ്റ് ആണ് ഇതല്ലേ. വേണ്ട തേയില തോട്ടം ഫുള്ളുണ്ട്. അതൊരു ഡാൻസ് കളിക്കോ? ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് കണ്ട, ബൈറോഡ് പിടിച്ച് നമ്മളിപ്പോ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം നോക്കിയാണ്. ഒരു പഴയ ചർച്ചാണ് കേട്ടോ. പഴയ ചർച്ചിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കണ്ട, നമ്മളെല്ലാരും ട്രെൻഡിങ് മഴക്കോട്ടമായിട്ടാണ് ഇറങ്ങിയിരിക്കണത്. ശ്യാം മഞ്ഞ, ശബു പച്ച, അഹദ് ഓറഞ്ച്, ഞാനും മഞ്ഞ കേട്ടാ. നമ്മള് രണ്ടുപേരും മഞ്ഞയാണ്. കണ്ട, ഇവിടെ എത്തിയപ്പോഴേ നമ്മള് കണ്ടിട്ടില്ലാത്ത ഒരു വീട്, ഒരു പള്ളി മേളിലുണ്ടായിരുന്നു കേട്ടോ. ഇതെന്ന് പറയുമ്പോ ഒരു പള്ളിയാണ്. പണ്ട് നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പള്ളി. ഇപ്പൊ അത് ആക്റ്റീവല്ല കേട്ടോ. പിന്നെ വേണ്ട അത് കണ്ട, അതൊരു ഓറഞ്ച് മരമാണ്. 2-3 ഓറഞ്ച് പഴുത്ത് നിൽപ്പുണ്ട്. ഈ നമുക്ക് തൂക്കാം, കുലിക്കല്ലേ. കുലുക്ക് അതിലില്ല, നമ്മക്ക് 3 പേർക്ക് കൊണ്ടുവരാം. അതിലില്ല. നമുക്ക് വേണ്ട ഓറഞ്ചായി കിട്ടിയേട്ടാ. നമ്മൾ ഇതും തിന്നോണ്ട് നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കുകയാണ്. നമ്മളതുകൊണ്ട് അവിടെ നിന്നൊക്കെ നോക്കിയാണ് കോട ഇറങ്ങണുണ്ടോ, ക്യാമറയിൽ കിട്ടുമെന്തോ കേട്ടോ. ഫുള്ള് മഞ്ഞാണ് ഇവിടുത്തെ ക്ലൈമറ്റ്, ഒരു രക്ഷയില്ല. ഇപ്പോഴും നിങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പോഴും വന്നു. അടിപൊളി ക്ലൈമറ്റ്. നമുക്ക് ഈ റൂട്ട് വന്ന് ഓറഞ്ചൊക്കെ പറിച്ച് തിന്നിട്ട് പോവാ അല്ലേ. ഇപ്പോഴും കാണണമെന്നില്ല കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വർണ്ണ വഴിക്ക് അതേപോലെ തന്നെ അതാ ക്യാമറയിലേ ഇതാ ഏട്ടോ ഒന്ന് തുടച്ചോട്ടെ. അപ്പോഴേ നമ്മൾ വർണ്ണ വഴിക്ക് കുറെ ഓറഞ്ച് മാത്രമല്ല കേട്ടോ, പേരയ്ക്ക കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൊക്കൊക്കെ ഉണ്ട്. പിന്നെ കുറെ ചക്ക മാങ്ങ തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഓറഞ്ചൊക്കെ തിന്നിട്ട് നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കാൻ പോവേണേ. നല്ല മഞ്ഞുണ്ട്, നല്ല മഴ ഉണ്ട് അതേപോലെ. അപ്പോൾ വർണ്ണവരൊരു ഇതേപോലെ ഒരു 100 രൂപ എടുത്താൽ ഇതേപോലത്തെ ട്രെൻഡിങ് റെയിൻ കോട്ടൊക്കെ കിട്ടും കേട്ടോ. വർണ്ണ വഴിക്ക് ഫുള്ള് ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് നടന്നു പോയി കുറച്ച് നോക്കിയിട്ട് തിരിച്ച് നമ്മളെ മെയിൻ സ്പോട്ട് പൊന്മുടി ഹൈ റേഞ്ച് കയറിയിട്ട് ബാക്കി കാണാം. ഓക്കെ. അല്ല അതെന്താടാ ചന്തയിൽ പോണോണൊക്കെ നോക്കിയാണ്. നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട്. ഫുള്ള് കാടാണ് കേട്ടോ. നോക്ക്, ഇത് കണ്ടോ, ഇതാണ് പണ്ടത്തെ വലിയ പട്ടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അല്ല
ശവനയുടെ മകൾ വേണമെങ്കിൽ പട്ടിയുണ്ടെന്ന് പറഞ്ഞു പേടിച്ച് വേണ്ട. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് കേട്ടോ. ഇവിടുത്തെ ടീ ഫാക്ടറിയിൽ ജോലി ചെയ്യണവരെ കണ്ട് താമസിക്കുന്ന വീടും കാര്യങ്ങളൊക്കെയാണ്. ഫ്രണ്ടിൽ പോയി നോക്കാം ചിലപ്പോ മറ്റേ ബംഗ്ലാവ് പോലെ ആണെങ്കിലും ആനപ്പുളിഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. 1983 കെട്ടിയ സാധനമാണ് ഇത്. വാവ്, നമുക്ക് എൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നോക്കിയാണ് പണ്ടത്തെ മറ്റേ ആസ്പെറ്റാസ് ഷീറ്റൊക്കെ ഇട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയാണ് നല്ല രസമുണ്ട്. ആള് താമസമുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ആരാ ഉണ്ട്. അപ്പം അമ്മ പോയാലോ? അപ്പം നമുക്ക് എന്തായാലും ഇനി മുകളിലോട്ട് കയറാമേ. നമ്മൾ ഇവിടെയൊക്കെ അത്യാവശ്യം കണ്ട് നിങ്ങളിപ്പോൾ വരണവര് ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ സേഫ് ആയിരിക്കണം എപ്പോഴും. ഒറ്റയ്ക്കൊന്നും വരല്ലേ കേട്ടോ. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും ഈ വീഡിയോ വൈറലാണെങ്കിൽ നിന്നെ പോലീസ് പിടിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും തിരിച്ച് മുകളിലോട്ട് നയ്യ നടന്നു പോവാം. ഓക്കെ. അത് കണ്ട മഴ ചെയ്തപ്പോ പെടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനത്തെ കാട്ടിൽ പെടുക്കാൻ പോയി. എടാ വാടാ, വല്ല പാമ്പെങ്ങാനും കാണും. പെട്ടെന്ന് വാ, പോവാ. നമ്മളിവിടെ പുതിയ ടീം കൂടെ വന്നിട്ടുണ്ടേ. കുറച്ച് പയ്യന്മാരും കൂടെ ഉണ്ട്. അതുകൊണ്ട് ആ കാണണ്ട, അതാണ് ഇവിടത്തെ ബംഗ്ലാവ് കേട്ടോ. പൊന്മുടി ബംഗ്ലാവ്. അപ്പോൾ നമ്മളെല്ലാവരും കോട്ടിട്ട ടീം മൊത്തം അങ്ങോട്ട് പോകാം. നമ്മളെ വണ്ടി ഇതുകൊണ്ട് അവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെയാണ് ആ കാണുന്നത്. അവിടെ നമ്മളെ ബൈക്ക് സേഫായിട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് നടന്നു വേണം പോകാനായിട്ട്. അതുകൊണ്ട് ഇവിടെ ഫുള്ള് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെയാണ് കണ്ട. പിന്നെ നടന്ന് പറഞ്ഞവർ പ്രത്യേകം സൂക്ഷിച്ചാൽ വല്ല സാനിറ്റൈസറോ വല്ല ഉപ്പ ലൈറ്ററൊക്കെ കൊണ്ടുവരണേ. ഫുള്ള് കൊളയട്ടാണ് നടന്നു പോയടാ. കൊളയട്ട അടിച്ച എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. മുതുക്ക് അതിനാണെങ്കിൽ അതിന്റെ കാലില്ല. പക്ഷെ ഇപ്പൊ സെറ്റ് ആയി കേട്ടോ. ഇപ്പൊ ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞവര് ഫുള്ള് കൊളയട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ബോധം വേണേ. അല്ലെങ്കിൽ കടിച്ച് പറിക്കും. നമ്മൾ അറിയത്തോലും ഇല്ല. അപ്പൊ അമ്മ പയ്യെ നടന്നു കയറാം. ഇത് ഫുള്ള് മുള്ളാണ്. നോക്കി പറഞ്ഞേ. ഹെൽമെറ്റിലാണ് കാര്യം. സൂപ്പർ ആയിട്ടാ, നൈസ്. അവന്മാരൊക്കെ അവിടെ എത്തിയേട്ടാ. നമ്മളിപ്പോ ഇവിടെ വെച്ച് കണ്ടുപിട്ടിയ പയ്യന്മാരാണ് അവന്മാരൊക്കെ. വെറുതെ അവിടെ സെറ്റായി എത്തിയിട്ടുണ്ട്. അടിപൊളിയായിരിക്കും കേട്ടോ. ഇതാണ് ബംഗ്ലാവ് കേട്ടോ. നൈസ്. അതൊക്കൊന്നും ഇല്ല കേട്ടോ. ഫുള്ള് ഇവിടെ എലിത്തീട്ട കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങോട്ടൊന്നും ആരും കയറാതിരിക്കുന്നതാണ് ബെറ്റർ കേട്ടോ. ഇത്രേ ഉള്ളു കേട്ടോ. ഇവിടെ ഫുള്ള് ചെതലൊക്കെ എടുത്ത് കിടക്കുന്ന കുറേ തടികളും കുറേ എലിക്കാഷ്ടവും ഇതൊക്കെ ഉള്ളൂ. പകുതി വഴിക്കെങ്ങാണ്ട് ഈ ബംഗ്ലാവിൻ്റെ പണി ഇവിടെ നിർത്തി അവർ പോയി. അതാണ് സംഭവം. അപ്പം നമുക്ക് എന്തായാലും തിരിച്ചു പോവാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്പോട്ട് പിടിക്കാം. പൊന്മുടിയിലെ അടുത്ത സ്പോട്ട് പിടിക്കാം. എടേ അത് കണ്ടോ, അവിടെ കണ്ടോ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്. ആ വെള്ളച്ചാട്ടം വേണ്ട ഈ റോഡ് ഇങ്ങനെ കടന്ന് അപ്പുറത്താണ് പോണത്. വേണ്ട പുളിയല്ലടാ, നല്ല തണുപ്പ് കേട്ടോ ഈ വെള്ളം. മുടുക്കത്തെ തണുപ്പ്. നൈസ് നൈസ് കേട്ടോ, ഭയങ്കര രസമുണ്ട്. നിങ്ങൾ ഇതുവരെ ഇവിടെ നിന്ന് വരാത്തവര് വന്നു കേട്ടോ. എടാ ഇവിടെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇവനാണ് നമ്മളെ വീഡിയോഗ്രാഫർ. അതുകൊണ്ട് ഇത് നോക്കിയാണ് എല്ലാവരോടും ഇവിടെ നിന്ന് ഡാൻസ് വേണോ കേട്ടോ. പാട്ടൊന്നും ഇല്ലെങ്കിലും വെറുതെ താളത്തിനൊത്ത് ഡാൻസ് കളിക്കുന്നു. ഡാൻസ് കളി ഡാൻസ് കളി. എന്റെ പൊന്നു ഒരു രക്ഷയില്ല. എന്റെ പൊന്ന് ക്ലൈമറ്റ് എന്ന് പറഞ്ഞ ഇവിടെ ഞമ്മരുതോ നമ്മളെ പിറകെ വന്ന ടീംസിനെ കാണാനില്ല കേട്ടോ. ഷാനും അതെന്നോ പറയുന്നുണ്ട്. എന്റെ പൊന്നു ഒടുക്കത്തെ ക്ലൈമറ്റ്, ഒരു രക്ഷയില്ല. വാ വാ
നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര ക്ലൈമറ്റ്. നോക്ക് നോക്ക്, അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ആ പോലീസ് സ്റ്റേഷൻ കാണിച്ചു തരാം. ഫുള്ള് മഞ്ഞില് കുളിച്ച് നിൽക്കണടാ ഷാനേ. പോലീസ് സ്റ്റേഷൻ, ഓ കണ്ടാ, ഞാൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കേട്ടാ, മഞ്ഞില് കുളിച്ചിരിക്കറാട്ടാ. ഈ വണ്ടികളൊക്കെ ഇങ്ങനെ വരയണേ. ഒരിടത്ത് നോക്കിയാണ് കാറിന്റെ മുകളിലേക്ക് കയറിയുന്നത് കേട്ടാ. എല്ലാരും കാറൊക്കെ സൈഡ് ഒതുക്കി ഫുള്ള് എൻജോയ് ചെയ്യണം കേട്ടാ. കേട്ടാ, അപ്പൊ വരാത്തൊരു ഉറപ്പായിട്ട് പറഞ്ഞേതാ, 4 ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് വന്നാലേ കാണാൻ പറ്റുള്ളൂ. അയ്യോ നൈസ്. നിൽക്കുന്നതേ ഉള്ളൂ. വേണ്ട സൈഡ് തോറും കണ്ട മഞ്ഞൊക്കെ ഫുള്ള് കോട. അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് കോട ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ട് വന്നോട്ടോ. അയ്യോ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലല്ലോ. ഇതാണ് ക്ലൈമറ്റ്. ഇപ്പൊ ആ റോഡൊന്നും അറിയാൻ വയ്യ, അതുകൊണ്ടാ അങ്ങ് അറ്റത്തു നിന്നൊക്കെ ആൾക്കാർ വരണേ. പക്ഷെ ഒന്നും കാണാൻ പോലും വയ്യ. നമുക്ക് വണ്ടികളൊക്കെ കണ്ട ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളുണ്ട്, ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഫുള്ള് ആള് ഭയങ്കര തിരക്ക്. കണ്ണും കാണാൻ ആൾക്കാരെ കാണാൻ പറ്റില്ല. അതിന്റെ മീശയിലെ കണ്ട മഞ്ഞാണ്. അതിന്റെ മീശയില ചാന്റെ മീശയിലൊക്കെ നോക്ക്, മഞ്ഞാണ് കേട്ടോ, മഞ്ഞാണ് കേട്ടോ, ഫുള്ള് മഞ്ഞാണ്. ഷബു ഒന്നും പറയല്ലേ. നൈസ് നൈസ്. പുക പോണമെന്നൊന്നും അറിയാൻ വയ്യ, അപ്പൊ കാണാൻ പോലും വയ്യ. നോക്കിയാൽ മുകളില് പാറയൊക്കെയാണ്, പാറയിന്ന് ഒരു പൊടി പോലും കാണാൻ വയ്യ. കൊളേട്ട പോടാണ്ട. എടാ നില്ലേ മഞ്ഞിന്റെ ഒരു ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണേ. എടാ എത്രത്തോളം മഞ്ഞുണ്ടെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് ഓടും. അപ്പോഴത്തേക്ക് എങ്കിൽ അങ്ങോട്ട് ഓട്, എങ്കിൽ അങ്ങോട്ട് ഓട്. ഓടിക്കാണ് റെഡി 1 2 3 നോക്കിയോളേ. അവര് പോവേണ് കണ്ടോ. മഞ്ഞിന്റെ ആ ഒരു തീവ്രത മനസ്സിലായോ? ഇത്രയും മഞ്ഞുണ്ട് ഇവിടെ കേട്ടാ. ഞാൻ ഓടിപ്പോയി അവരെ അടുത്ത് വയ്ക്കാം. അപ്പൊ ഞാൻ ഓടിപ്പോയി അവരെ കണ്ടുപിടിക്കാം. ഷബു ഇവിടെ ടാറിൽ നിന്ന് ചാടോ? എടാ അവിടെ അങ്ങോട്ടും ചാട്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഉണ്ട് സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി 4 കൈ. ഓക്കെ അയ്യോ എടാ അങ്ങോട്ട് തിരിഞ്ഞോ, ഇവിടെ ഒന്ന് ഇങ്ങോട്ടാ. ബാക്കിലേക്കുണ്ട് ആൾക്കാരോടാ കേട്ടാ. ചെറിയൊരു നിഴല് പോകുന്നതൊക്കെ കാണാല്ലേ. എടാ അപ്പൊ നമുക്ക് വീഡിയോ അതിന്റെ അപ്പ് ചെയ്താലോ? അപ്പൊ നമ്മുടെ ഈ പൊന്മുടിയിൽ നമ്മള് 2ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ വേറെ ആദ്യത്തെ വീഡിയോയില് മഞ്ഞില്ല, ഇത് 2ാമത്തെ മഞ്ഞുള്ള വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു അതും കാണണം. പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.